ഹായ്, നമസ്കാരം. ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം ഞാനൊരു മൂവി റിവ്യൂ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് റായൻ. ഇന്നലെ റിലീസ് ചെയ്ത സിനിമയാണ്. അപ്പം ഇന്നലെ രാത്രി സിനിമ കണ്ടു. ധനുഷിൻ്റെ സിനിമ. ധനുഷിൻ്റെ 50ാമത്തെ സിനിമ എന്നൊരു പ്രത്യേകതയുണ്ട്. അതിനേക്കാൾ ഉപരി ധനുഷ് സംവിധായകനായിട്ടും അതുപോലെ തന്നെ നായകനായിട്ടും അഭിനയിക്കുന്ന സിനിമ. ധനുഷ് സംവിധാനം ചെയ്തതിന് മുന്നേ പവർ പാണ്ഡി എന്നൊരു സിനിമയുണ്ട്. പക്ഷെ അതിൽ ധനുഷ് അഭിനയിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരു കാമിയോ അപ്പിയറൻസ് ഉണ്ട് തോന്നുന്നു, ഓർമ്മയില്ല കറക്റ്റായിട്ട്. അത് വന്നിട്ട് രാജ് കിരണാണ് അതിലെ നായകൻ. നല്ലൊരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ അത് 2ാമത്തെ സിനിമയാണ് അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ കഥ എഴുതിയിരിക്കുന്നതും ധനുഷ് തന്നെയാണ്. ഇതൊരു എ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ്. എ സർട്ടിഫിക്കറ്റ് based on the violence and bloodshed, okay, not based on the sexual content. So violence is overloaded in this movie. അതുകൊണ്ട് തന്നെ ഈ സിനിമ 18 വയസ്സിന് മേലെയുള്ള ആളുകൾക്ക് ആണ് ഉചിതം. വെരി മച്ച് വയലൻസ് ഇസ് വെരി മച്ച്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ സിനിമ കാണിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപാട് പ്രശ്നങ്ങൾ വരും. സോ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ മെയിൻലി പറയേണ്ട ഒരു പേര് AR റഹ്മാൻ. അദ്ദേഹമാണ് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. സോ AR റഹ്മാൻ്റെ ഈ റീസെൻറ്റ് ടൈമിൽ വന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് വർക്ക് എന്ന് തന്നെ പറയാം. ഓൺ ബേസ് ഓഫ് ദ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആസ് വെൽ ആസ് എ മ്യൂസിക്. ഇതിൽ വന്നിട്ട് ഉയിരേ നീ താനേ എന്ന് പറഞ്ഞൊരു സോങ് ഒക്കെ ഇപ്പോൾ വന്നിട്ട് വളരെയധികം ട്രെൻഡിങ് ആണ്. റീൽസിലാണെങ്കിലും ശരി, യൂട്യൂബിലാണെങ്കിലും ശരി, ഇറ്റ് ഈസ് വെരി മച്ച് ട്രെൻഡിങ്. പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സൺ പിക്ചേഴ്സ്, കലാനിധിമാരൻ. സോ തമിഴ്നാട്ടിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡ്യൂസർ തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ ഒരു സിനിമാറ്റോഗ്രാഫി കൈകാര്യം ചെയ്തിരിക്കുന്നത് ഓം പ്രകാശ് ആണ്. പിന്നെ ഇതിനകത്ത് എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് പ്രസന്ന GK. ഇത് GKയുടെ മുന്നത്തെ വർക്കുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് ആവറേജ് വർക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇറ്റ് ഈസ് ഈ ഒരു സിനിമയുടെ മോഡ് തന്നെ ഒരു ഡാർക്ക് മോഡാണ്. ഓഫ് കോഴ്സ് അതിലേക്ക് ഞാൻ വരാം. ഇതിനകത്ത് കാസ്റ്റിനെ കുറിച്ചും പറയാം. ഇപ്പോൾ ഇതിനകത്ത് വന്നിട്ട് 3 ബ്രദേഴ്സാണ്, പിന്നെ ഒരു സിസ്റ്റർ. ഓഫ് കോഴ്സ് തമ്പി പാസവും തങ്കച്ചി പാസവും തമിഴ് സിനിമയിൽ വേണമല്ലോ. അപ്പോൾ കാത്തവ റായൻ, അതുപോലെ മുത്തുവേൽ റായൻ, മാണിക്യവേൽ റായൻ, അങ്ങനെ 3 റായന്മാരാണ്. ഈ 3 റായന്മാരായിട്ട് വരുന്നത് ഓഫ് കോഴ്സ് ധനുഷ് ആണ് മൂത്ത ചേട്ടൻ. പിന്നെ തെലുങ്ക് നടനായിട്ടുള്ള സന്ദീപ് കൃഷ്ണൻ, പിന്നെ നമ്മുടെ കാളിദാസ് ജയറാമേട്ടൻ്റെ മകൻ. ഇവർ 3 പേരും. പിന്നെ ഇവരുടെ ഒരേ ഒരു സഹോദരി ദുർഗ എന്ന റോൾ ചെയ്യുന്നത് നമ്മുടെ ഇതിലൊക്കെ സർപ്പട്ട പരമ്പരയിലൊക്കെ നന്നായി വിളിച്ച മഹാരാജനില്ല, സർപ്പട്ട പരമ്പര, ദുഷാര വിജയൻ. പുള്ളിക്കാരിയുടെ നല്ലൊരു പെർഫോമൻസ് ആണ് ഇതിൽ. വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് തന്നെ പറയാം. സെൻറ്റിമെൻറ്റ് സീനും ഒക്കെ ആയിട്ട് നല്ല ഇമോഷണലി കണക്റ്റഡ് ആയിട്ടാണ് നല്ല രീതിയിൽ ഫസ്റ്റ് ഹാഫ് പോകുന്നത്. ഇവർ തിരുനെൽവേലിന്നോ തൂത്തുക്കുടിന്നോ മറ്റോ ചെറുപ്പത്തിൽ തന്നെ നോർത്ത് ചെന്നൈയിലെത്തുന്നു. പിന്നെ നോർത്ത് ചെന്നൈയിൽ നടക്കുന്ന അവരുടെ ഒരു ഗ്യാങ് വാർ, 2 ഗ്യാങ്സ് തമ്മിലുള്ള വാർ, അതിനിടയിലേക്ക് പോലീസിൻ്റെ എൻട്രി, അങ്ങനെയൊക്കെ നടക്കുന്ന കഥ ഇങ്ങനെ പുരോഗമിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ധനുഷ് ആണെങ്കിൽ ഇതൊരു റഗ്ഡ് ലുക്കാണ്. മുട്ടയൊക്കെ അടിച്ച് നല്ല കട്ടി മീശയൊക്കെ വെച്ച് അധികം സംസാരിക്കില്ല, വളരെ മിതമായി സംസാരിക്കുന്ന രീതിയിൽ പോകുന്നു. അതിനിടയിലൂടെ നമ്മുടെ സന്ദീപ് കൃഷ്ണൻ്റെയും അപർണ ബാലമുരളിയുടെയും ഒരു ലവ് ട്രാക്ക് വരുന്നുണ്ട്. അതൊക്കെ ചില സമയങ്ങളിൽ വളരെ ബോറിംഗ് ആയി തോന്നുന്നുണ്ട്. പക്ഷേ മേ ബി അത് സിനിമ അത്രയും സീരിയസ് ആയി പോകുന്നതുകൊണ്ട് ഇടയിൽ ഇങ്ങനെ ഒരു ട്രാക്ക് കൊണ്ടുപോകുന്നതായിരിക്കാം. മേ ബി അത് എനിക്ക് അത്ര ഇതായി തോന്നിയില്ല. പിന്നെ ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇതിന് ഒരു ഇമോഷണലി കണക്റ്റഡ് ആവുന്നില്ല. വെറുതെ കുറേ വെട്ടും കുത്തും നടക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ്, വയലൻസ് ആണ് എന്നൊക്കെ അറിയാം. എന്നാലും ഈ വെട്ടും കുത്തൊക്കെ നടക്കുമ്പോൾ അതിനകത്ത് ഒരു ഇമോഷണലി കണക്റ്റഡ് ആവണ്ടേ, എന്നാലല്ലേ നമുക്കും അതിന് ഒരു കൂടെ സഞ്ചരിക്കാൻ പറ്റൂ കഥയുടെ. അത് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ ഒന്ന് തീർന്നു കിട്ടണമെന്നൊരു ഫീൽ വരെ മനസ്സിൽ വന്നു എനിക്ക് പേഴ്സണലി. ഇത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഈ സിനിമ വളരെയധികം എൻജോയ് ചെയ്ത് കണ്ട ഒരുപാട് പേര് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് വാസ് ഗുഡ് ആൻഡ് സെക്കൻഡ് ഹാഫ് വാസ്
സംതിങ് ലൈക്ക് ആൻ ആവറേജ് ടു ബിലോ ആവറേജ്. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇതിനകത്ത് ഞാനിപ്പോൾ 3 ബ്രദേഴ്സിനെയും അതുപോലെ സിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ അപർണ ബാലമുരളി വളരെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇതിനകത്ത് വരുന്നത് നമ്മുടെ എസ്.ജെ. സൂര്യയാണ് മെയിൻ ആൻറ്റഗോണിസ്റ്റ്. സോ എസ്.ജെ. സൂര്യയെ കുറിച്ച് പറയുമ്പോൾ തന്നെ അറിയാലോ, അദ്ദേഹത്തിൻ്റെ ഒരു മാനറിസം, അദ്ദേഹത്തിൻ്റെ ഒരു തരത്തിലുള്ള ഒരു ഹൈ വോൾട്ടേജ് ഡയലോഗ്. പക്ഷെ ഇതിൽ അങ്ങനെ എനിക്ക് തോന്നിയില്ല. ഇതിൽ എന്തോ വളരെ ലിമിറ്റഡ് ആയിട്ട് എസ്.ജെ. സൂര്യക്ക് ഒരു ഒതു കൊടുത്ത പോലെ. ആക്ച്വലി റോൾ വില്ലൻ ആണെങ്കിൽ പോലും ഒരു എസ്.ജെ. സൂര്യയുടെ മാക്സിമം പൊട്ടൻഷ്യൽ ഇതിനകത്ത് കിട്ടിയിട്ടില്ല. എവിടേക്കോ ലിമിറ്റ് ചെയ്ത് വെച്ച പോലെ നമുക്കൊരു ഫീലിംഗ് തോന്നും. പിന്നെ ഇതിനകത്ത് പോലീസ് ഓഫീസറായിട്ട് പ്രകാശ് രാജ് ഉണ്ട്. ഇറ്റ് വാസ് എ ക്ലീഷേ റോൾ, പക്ഷേ പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. ക്ലീഷേ റോളാണ്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ധനുഷിൻ്റെ ചേട്ടനും സംവിധായകനും കൂടിയായിട്ടുള്ള സെൽവരാഘവൻ ഒരു നല്ല കഥാപാത്രം ചെയ്യുന്നുണ്ട്. സെൽവരാഘവൻ്റെ നല്ലൊരു സിനിമയാണ്, നല്ലൊരു ആക്ടിംഗ് ആണ് ഇതിനകത്ത്. പിന്നെ ശരവണൻ, അയാളെ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും. അയാൾ ഇതിലൊരു നല്ല റോൾ ചെയ്യുന്നുണ്ട്. പിന്നെ വരലക്ഷ്മി ശരത് കുമാർ ഉണ്ട്, അതുപോലെ ദേവദർശിനി. ഇവരൊക്കെ ജസ്റ്റ് കുറച്ച് അത്ര വലിയ റോളൊന്നുമല്ല, ചെറിയ റോളേ ഉള്ളൂ. അങ്ങനെ അത്യാവശ്യം നല്ല ഹെവി കാസ്റ്റാണ് ഈ സിനിമ. അതൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണ് സിനിമയുടെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മ്യൂസിക്കാണ് സിനിമേനെ വളരെയധികം എലിവേറ്റ് ചെയ്യുന്നത്. മൊത്തത്തിൽ ഒരു വൺ ടൈം വാച്ചബിൾ ആണെന്ന് പറയാം, പക്ഷെ ഒരു മസ്റ്റ് വാച്ച് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. തമിഴ് സിനിമയിൽ നമുക്ക് ഇനിയും സിനിമകൾ വരാനുണ്ട് ഈ വർഷം. അപ്പോൾ പ്രതീക്ഷ അർപ്പിക്കാം. ഈ സിനിമ എനിക്ക് പ്യുവറായിട്ട് വർക്കൗട്ട് ആയിട്ടില്ല, അതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. സോ ഇതിൻ്റെ സിനിമയുടെ ഡ്യൂറേഷനും അതിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. സിനിമയുടെ സെക്കൻഡ് ഹാഫ് ഡ്യൂറേഷൻ വളരെ കൂടുതലാണ്. സോ കുറച്ച് ട്രിം ചെയ്തിരുന്നെങ്കിൽ മേ ബി നന്നായേനെ എന്ന് എനിക്കൊരു അഭിപ്രായം. എന്തായാലും ഒരു ആവറേജ് അനുഭവം നന്നു രായൻ. അപ്പം ശരി എന്നാൽ.